നിർമ്മിത ബുദ്ധി സർഗാത്മകതയുടെ പ്രോമിത്യൂസോ ദുശ്ശാസനോ? ജയപ്രകാശ്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിന്ന്. അതിനൊരു ബുദ്ധനെയോ മഹാവീരനെയോ വ്യാസനെയോ വാത്മീകിയെയോ ഷേക്സ്പിയറെയോ സൃഷ്ടിക്കാനാവില്ല. അതിന് അതിബുദ്ധിയിലേക്കും സിംഗുലാരിറ്റി എന്ന ഇംഗ്ലീഷ് പദം അർത്ഥമാക്കുന്ന അദ്വിതീയതയിലേക്കും എത്താനായേക്കും. അതിൻ്റെ സർഗാത്മകത സാമൂഹികമോ സ്വയംഭൂവോ അല്ല. മനുഷ്യർ കിളിചിലയ്ക്കുന്നതും കുയിൽ പാടുന്നതും ശ്രദ്ധിക്കുന്നു. പ്രകൃതി സൗന്ദര്യത്തെ നിർനിമേഷനായി നോക്കി നിൽക്കുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മഹത്തായ സൃഷ്ടികൾക്ക് രൂപം നൽകുന്നു. ഒരു മരണത്തിൽ നിന്നാണല്ലോ ആദ്യ കവിത പിറന്നത്. വെൻ്റ്വർത്ത് കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ കേട്ട കിളികൂജനത്തിൽ നിന്നാണ് ജോൺ കീറ്റ്സ് ഓഡ് ടു എ നൈറ്റിംഗേൽ രചിച്ചത്. തീരം തൊടുന്ന തിരമാലകളിൽ മനുഷ്യവ്യഥയുടെ വേലിയേറ്റവും വേലിയിറക്കവുമാണ് മാത്യു അർണോൾഡ് കണ്ടത്. എന്നാൽ നിർമ്മിത ബുദ്ധിക്ക് കടൽത്തിരയിൽ മനുഷ്യവ്യഥയെ അടയാളപ്പെടുത്താനാവില്ല. കിളികൂജനം കേട്ടാൽ അതിന് ഭാവന വിരിയുകയുമില്ല. മനുഷ്യനും പ്രകൃതിയും സമരസപ്പെട്ട് കഴിയുന്നിടത്തോളം മനുഷ്യഭാവന യന്ത്രഭാവനയെ കവച്ചുവെക്കുക തന്നെ ചെയ്യും. ആന്തരിക ശൂന്യതയാണ് ആധുനിക ലോകത്തിൻ്റെ സവിശേഷതയെന്ന് ഷോപ്പൻഹോവർ പറഞ്ഞത് യന്ത്രങ്ങൾക്കും ബാധകമായൊരു സാമാന്യ നിയമമാണ്. നിർമ്മിത ബുദ്ധിക്ക് ഹാംലെറ്റിൻ്റെ ധർമ്മസങ്കടമോ സാമൂഹിക പ്രതിബദ്ധതയോ അധികാരത്തിൻ്റെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയാനുള്ള ബാധ്യതയോ ഇല്ല. അതിനുള്ളത് അതിനെ നിയന്ത്രിക്കുന്ന മൂലധന ശക്തികളുടെയും ഭരണകൂടത്തിൻ്റെയും താൽപ്പര്യം സംരക്ഷിക്കുക എന്നതാണ്. അവരുടെ രാഷ്ട്രീയ ശരി മാത്രമാണ് അതിനെ നയിക്കുന്നത്. അങ്ങനെ നിലവിലുള്ള അധികാരബന്ധങ്ങളെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് AI-യുടെ സർഗാത്മകതയ്ക്ക് നീങ്ങാനാവും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ IT രംഗത്തെ കോർപ്പറേറ്റ് ഭീമന്മാരുടെയും ഭരണകൂടങ്ങളുടെയും പ്രത്യേകിച്ച് IT വ്യവസായത്തിൽ മേധാവിത്വം പുലർത്തുന്ന രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളുടെ അധികാരവും താൽപ്പര്യവും സംരക്ഷിക്കുക എന്നതാണ് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. മറ്റേത് കമ്പനിയേക്കാളും നമ്മെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവയാണ് ഗൂഗിളും യൂട്യൂബും FBയും ട്വിറ്ററും മൈക്രോസോഫ്റ്റും ആമസോണും. അവരുടെ കൈവശമുള്ള ഡാറ്റ അത്രയ്ക്ക് വിപുലമാണ്. ഇതിൽ ഫേസ്ബുക്ക് മാത്രം 2.5 ബില്യൺ ആൾക്കാരുടെ ആശയവിനിമയം നിയന്ത്രിക്കുന്നുണ്ടത്രേ. വളരെ കുറച്ച് കമ്പനികൾക്ക് മാത്രമേ ഈ രംഗത്ത് മുതൽ മുടക്കാനും AI മോഡലുകൾക്ക് ട്രെയിനിങ് നൽകാൻ ആവശ്യമായ ഹാർഡ്വെയർ നൽകാനും കഴിയൂ എന്നുകൂടി അറിയുമ്പോഴാണ് ഈ വിവരകേന്ദ്രീകരണത്തിൻ്റെ ഗൗരവം ശരിക്കും